ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു കാർ ഗാരേജ്. കാർ ഗാരേജ് ഇന്ന് വന്നിരിക്കുന്നത് കഴിഞ്ഞൊരു വീഡിയോ നിങ്ങൾ കണ്ടിരിക്കും. സീരീൻ്റെ ബോൾ ജോയിൻ കാര്യങ്ങളൊക്കെ റീപ്ലേസ് ചെയ്യുന്ന ഒരു വീഡിയോ നിങ്ങൾ കണ്ടിരിക്കും. അപ്പോൾ അന്നത്തെ ദിവസം തന്നെയാണ് ഇന്നും. ഞാനിപ്പോൾ ഇരിക്കുന്നത് BMW അകത്താണ് കേട്ടോ. അപ്പോൾ BMW റൂഫ് കംപ്ലൈൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അഴിക്കണ ഒരു വീഡിയോ ആയിട്ട് ഞാൻ ഇടാമെന്ന് വിചാരിച്ചു. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരാനുണ്ട്. അപ്പോൾ BMW റൂഫ് അഴിക്കണ ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് ഇപ്പോൾ ഹാൻഡിലും കാര്യങ്ങളെല്ലാം ഫുള്ളായിട്ട് അയച്ചു കേട്ടോ. അപ്പോൾ അതിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് മൊത്തം എന്നിട്ട് പറയാ പശക്ക മൊത്തം പോയി. പിന്നെ നമുക്ക് ഇനിയിപ്പോൾ ചുറ്റുള്ള ഹാൻഡിലും കാര്യങ്ങളൊക്കെ അയച്ചു സൈഡിലെ ബീഡിങ്ങുകൾ നമുക്ക് റിമൂവ് ചെയ്യാം. എന്നിട്ട് പതുക്കെ നമുക്ക് അയച്ചെടുക്കാനുള്ള പരിപാടി നോക്കാം കേട്ടോ. ഈ രീതിയിൽ നമുക്ക് ലൈറ്റ് ഊരിയെടുക്കാം. അതൊക്കെ അപ്പുറത്ത് തന്നെ ഉണ്ട്. അപ്പോൾ നമ്മൾ റൂഫും കാര്യങ്ങളൊക്കെ അയച്ചു കഴിഞ്ഞു. അതിൻ്റെ കംപ്ലൈൻറ്റുകൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ ഇതാണ് റൂഫ്. നമ്മൾ ഫുള്ളും വണ്ടിയിൽ നിന്ന് അയച്ചെടുത്തപ്പോൾ കണ്ടോ അതെ എങ്ങനെ പോരെ. അത് ഒരുപാട് ഞാനിപ്പോൾ യൂട്യൂബിൽ സെർച്ച് ചെയ്തപ്പോൾ ഒരുപാട് വണ്ടികൾക്ക് ഇങ്ങനെ കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കണ്ടോ, ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. ഈ ഒരു ക്ലോത്ത് നമുക്ക് റീപ്ലേസ് ചെയ്യേണ്ടി വരും. ഈ ക്ലോത്ത് റീപ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രശ്നം കാര്യങ്ങളൊക്കെ സോൾവ് ആവും കേട്ടോ. അത്രേ ഉള്ളൂ. എവിടെയൊക്കെ വിട്ടിരിക്കുകയാണ്. അപ്പോൾ അത് ക്ലിയർ ചെയ്യണം. റൂഫ് ലൈറ്റും കാര്യങ്ങളൊന്നും നമുക്ക് അയക്കേണ്ട വന്നില്ല. അത് റൂഫിനോട് ചേർന്നിട്ട് തന്നെയാണ് കപ്പിളേഴ്സ് കാര്യങ്ങളൊക്കെ അയച്ചെടുത്ത് നമ്മൾ റൂഫ് പുറത്തെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഒരു കൗതുകരമായിട്ട് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ 8 എയർ ബാഗ് 10 എയർ ബാഗ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇതെന്താ സംഭവം എന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത് അയച്ച് കണ്ടിട്ടുണ്ടോ എന്ന്. നമ്മൾ ഈ എയർ ബാഗ് എന്ന് എഴുതി വെച്ചതല്ലാണ്ട് ഇന്നറിൽ കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. ഇതാണ് സംഭവം. ഇത് എയർ ബാഗാണ് കേട്ടോ. ഈ എയർ ബാഗിൽ നിന്ന് ഇതിൽ നിന്നാണ് കണക്ഷൻ വരുന്നത്. അതായത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇമ്പാക്റ്റും കാര്യങ്ങളൊക്കെ വരണമെങ്കിൽ നമ്മൾ ആ ഒരു സെൻസർ വഴി സെൻസ് ചെയ്ത് ഇതിൽ അതിൻ്റെ കണക്ഷൻ വരും. അതുവഴി ഇതിൽ നിന്നും പുറപ്പെടുന്ന ഒരു സ്ഫോടക വസ്തു, അതായത് ചെറിയ രീതിയിലുള്ളൊരു സ്ഫോടക വസ്തു, അതൊരു ഇമ്പാക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുകയും അതുവഴി ഈ ബാഗുകളിലേക്ക് എയർ, അതായത് ആ ഇമ്പാക്റ്റ് ഇങ്ങനെ പൊട്ടുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു എയർ ഇതിലേക്ക് വന്ന് പതിക്കുകയും അതുവഴി എയർ ബാഗ് ഫുള്ളായിട്ട് ഓപ്പൺ ആവുകയും ചെയ്യേണ്ടത് കേട്ടോ. ഇതാണ് എയർ ബാഗ്. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടോളൂ. അപ്പോൾ BMW ഇന്നർ അയച്ചപ്പോൾ ഞാൻ ജസ്റ്റ് ഇതൊക്കെ കാണാത്തവരും അറിയാത്തവരൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് കാണിച്ചു തന്നതാണ്. ഈ എയർ ബാഗ് കൂടാണ്ട് തന്നെ നമ്മൾ ഇതിൻ്റെ ഉള്ളിലെ ഒരു എയർ ബാഗ് ഉണ്ട്. ഇത് സ്പൈറൽ കേബിളൊക്കെ വഴിയാണ് ഇത് വർക്കിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇത് ടെക്നിക്കൽ വീഡിയോ അല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ അത് ഡീറ്റെയിൽ ചെയ്യണില്ല. അതേപോലെ തന്നെ ഇവിടെ ഒരു എയർ ബാഗും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും ഉണ്ട്. അപ്പോൾ അങ്ങനെ 1 2 3 4 5 6 7 8 എണ്ണം കണ്ടെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ഒരെണ്ണം വെച്ച് നോക്കുമ്പോൾ അപ്പോൾ അത്ര എയർ ബാഗ് നമുക്ക് ഈ ഒരു വണ്ടിയിൽ വരുന്നുണ്ട്. അപ്പം നമ്മൾ റൂഫും കാര്യങ്ങളൊക്കെ അയച്ചപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു വീഡിയോ ചെയ്തതാണ്. അപ്പോൾ റൂഫും കാര്യങ്ങളെന്ന് പറഞ്ഞാൽ BMW പറഞ്ഞ കംപ്ലൈൻ്റ് ആണെന്ന് തോന്നുന്നുണ്ട്. ഞാൻ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തപ്പോൾ ഒരുപാട് വണ്ടികൾക്ക് ഇങ്ങനെ കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. റൂഫ് ഇങ്ങനെ ഇരുന്ന് പോകാന്നുള്ളത് നിങ്ങൾ നേരത്തെ കണ്ടില്ലേ ഈ സംഭവം. അപ്പോൾ ഇത് മൊത്തം പശയും കാര്യങ്ങളൊക്കെ വിട്ടു പോയി ഭയങ്കര അവസ്ഥയാണ്. അപ്പോൾ ഇത് നമുക്ക് ഇത് റീപ്ലേസ് ചെയ്യാം എന്നുള്ള രീതിയിൽ നിൽക്കണം. അപ്പോൾ ഇത് ഫുള്ളായിട്ട് നമുക്ക് റീപ്ലേസ് ചെയ്യാം. അതേപോലെ തന്നെ ഈ ഒരു ഡോറിൻ്റെ ഹാൻഡിൽ കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. ഹാൻഡിൽ കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞാൽ ഞാനത് കാണിച്ചു തരാം. ഈ ഒരു അവസ്ഥയാണ് കേട്ടോ, ഈ ഒരു അവസ്ഥയാണ് ഇതിൻ്റെ ഹാൻഡിൽ നിന്ന്. അപ്പോൾ ഇത് നമ്മൾ
സ്റ്റിച്ചിങ് ചെയ്ത് നാപ്പാൻ മെറ്റീരിയലിട്ട് സ്റ്റിച്ചിങ് ചെയ്തിട്ട് നല്ല ഭംഗിയാക്കി എടുക്കാനുള്ള പ്ലാനിലാണ് കേട്ടോ. ഈ ഒരു വണ്ടിയുടെ വീഡിയോയിൽ ഞാൻ ഇത് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അതായത് ഇതിൻ്റെ ഫിനിഷിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഓക്കെ, അപ്പം ഞാൻ ജസ്റ്റ് ഇത് അയക്കുന്ന കാര്യങ്ങളൊക്കെ ഒരു വീഡിയോ ആയിട്ട് ഇട്ടു എന്നുള്ളൂ. കാരണം ഇത് കാണാത്തവരൊക്കെ ഉണ്ടാവില്ല, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് കേട്ടോ. ഇതൊരു പ്രൊഫഷണൽ വീഡിയോ ഒന്നല്ല, ജസ്റ്റ് ഒരു വീഡിയോ ഉണ്ടാക്കിയിട്ടെന്നുള്ളൂ കേട്ടോ. ചിലർക്കൊക്കെ ഇഷ്ടപ്പെടാം, ചിലർക്ക് ഇത് ഇത്ര വലിയ കാര്യമാണ്, അതായത് ടെക്നീഷ്യന്മാർക്കൊന്നും ഇത്ര വലിയ കാര്യമൊന്നും ആയിരിക്കില്ല. കാരണം ഇതൊക്കെ അയച്ച് കണ്ടിട്ടുണ്ടാവില്ലാത്തവർക്കൊക്കെ ഇത് കാണാവുന്ന രീതിയിലൊരു വീഡിയോ ഇട്ടതാണ്. ഓക്കെ, അപ്പോൾ നല്ല നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനിയും വരുന്നതാണ്. അപ്പോൾ ഇങ്ങനത്തെ വ്ളോഗുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഒന്ന് അറിയിച്ചേക്കുക, കമൻറ്റ് ബോക്സിൽ അറിയിച്ചേക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അതായത് ഞാൻ കഴിഞ്ഞ വ്ളോഗിലിട്ട നമ്മുടെ വണ്ടിയില്ലേ, നമ്മുടെ എന്താ പറയുക, ഒരു ഗ്രേ കളർ വണ്ടി, ആ വണ്ടി അവിടെ ഇപ്പോൾ ഗ്രൈൻഡിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ അത് ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തന്നിട്ട് നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ സബ്സ്ക്രൈബൊക്കെ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. നല്ല നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനിയും വരുന്നതാണ്. എല്ലാവർക്കും ബൈ. വ്യക്തമാവുമെന്നറിയില്ല, ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മുടെ പുട്ടി ബ്ലേഡിൻ്റെ പാടുകളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ആ ഒരു വണ്ടി നമ്മളിത് ഇപ്പോൾ ഫുള്ളായിട്ട് തന്നെ ഗ്രൈൻഡിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഈ ഒരു രീതിയിലുണ്ട്, മെറ്റൽ കാണാവുന്ന രീതിയിൽ നമ്മൾ ഗ്രൈൻഡിങ് ചെയ്യുകയാണ്. കാരണം ഒരുപാട് പുട്ടിയുണ്ട്, ഭയങ്കര പുട്ടിയാണ്. അപ്പോൾ അത് നമ്മൾ പേപ്പർ ഇട്ടാണ് കേട്ടോ. ഇത് ഗ്രൈൻഡിങ് വീലൊന്നും ഉപയോഗിച്ചിട്ടുള്ള ഗ്രൈൻഡ് ചെയ്യുന്നത് തെറ്റിദ്ധാരണ പാടില്ല. ഡ്രൈ കട്ടിങ് ആണ്, അതിൻ്റെ പേപ്പർ ഇട്ട് മെഷീനിൽ കട്ട് ചെയ്യുകയാണ്. അപ്പോൾ അത് കട്ട് ചെയ്ത് ഇപ്പോൾ ഫുള്ളായിട്ട് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇനിയിപ്പോൾ പ്രൈമർ അപ്ലൈ ചെയ്തിട്ട് ബാക്കിയുള്ള പണികൾ നോക്കാനായിട്ട് നോക്കാം കേട്ടോ. ഓക്കെ.